ക്രിസ്തുവിന്റെ ജനനത്തിനായി ലോകമെമ്പാടും ആഘോഷ ലഹരിയിലാണ്. ഈശോയുടെ ജനനത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ മനുഷ്യരും. ലയോ 14 മാർപ്പാപ്പ പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടം കാത്തിരിപ്പിന്റെ കാലം മാത്രമല്ല, മറിച്ച് ചില പ്രതീക്ഷകളുടെ കൂടെ കാലഘട്ടമാണ്. എന്തെല്ലാമാണ് ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ലഭിക്കുന്ന പ്രതീക്ഷകൾ? ആസാമിലെ ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ നിന്നും ഫാദർ ജെയിംസ് കിഴക്കേതിൽ അദ്ദേഹം ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛാ, എന്തൊക്കെയാണ് നമുക്ക് ക്രിസ്മസിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്മസ് വരുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്മസിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്താണ് അച്ഛന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ക്രിസ്മസ് ഫുൾ ഇയറിന്റെ ഫുൾ ഇയറിന്റെ ഒരു സുവർണ കാലഘട്ടമാണ്. ബിക്കോസ് ദൈവം മനുഷ്യനെ കാണുന്നതും മനുഷ്യൻ ദൈവത്തിലേക്ക് അടുത്തേക്ക് വരുന്ന ഒരു ഒരു ഗോൾഡൻ ടൈം പീരീഡ് ആണ്. ഒരു കമ്മ്യൂണിയൻ, ഒരു ഹോളി കമ്മ്യൂണിയൻ നടക്കുന്ന ഒരു സുവർണ സമയമാണ് ക്രിസ്മസ്. അതുകൊണ്ട് നമുക്കൊരു മിനിറ്റ് ബൈബിളിലേക്ക് പോവാം. ബൈബിളിലെ ഫസ്റ്റ് ക്രിസ്മസ് എന്തായിരുന്നു? വാട്ട് വാസ് ദ ഫസ്റ്റ് ക്രിസ്മസ് ഇൻ ദ ബൈബിൾ നമുക്ക് നോക്കാം. ബൈബിളിലെ ഫസ്റ്റ് ക്രിസ്മസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ആ കാലഘട്ടത്തില് ടു ടൈപ്സ് ഓഫ് റെസ്പോൺസസ് വി ക്യാൻ സീ ഫ്രം ദ പീപ്പിൾ. ആൾക്കാരോട് രണ്ട് ടൈപ്പ് ഓഫ് റെസ്പോൺസസ്. ഫസ്റ്റ് റെസ്പോൺസ് ആയിരുന്നു, ചിലവര് അവരുടെ പ്രതീക്ഷകൾ തകർന്നു പോയി, ചിലവരുടെ പ്രതീക്ഷകൾ വീണ്ടും ഉണർന്നു, ചിലവരുടെ പ്രതീക്ഷകൾ വീണ്ടും ശക്തപ്പെടുത്തി, ചിലവരുടെ പ്രതീക്ഷ വീണ്ടും നഷ്ടമായി. ബിക്കോസ് നമ്മൾ കാണുന്ന ഈ ബൈബിൾ കാണുന്ന രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ നമുക്ക് കാണാം. ഫസ്റ്റ് ടൈപ്പിലാണ് നമുക്ക് ഹെറോദോസ് രാജാവ്, ജെറുസലേമിലെ ജനത, പിന്നെ സദുക്കായര്, ചീഫ് പ്രീസ്റ്റ്, പിന്നെ ദ സോൾജിയേഴ്സ്, എല്ലാം സേന, മീൻസ് ദ സോൾജിയേഴ്സ്. പിന്നെ അതിന് രണ്ടാമത്തെ വിഭാഗത്തിൽ ഈ പ്രതീക്ഷ വീണ്ടും ഉണർന്നു, വീണ്ടും ശക്തിപ്പെടുത്തി. അവരിൽ നമുക്ക് കാണാൻ പറ്റും പരിശുദ്ധ കന്യാമറിയം, വിശുദ്ധ യോസഫ് പിതാവ്, എലിസബത്ത് പുണ്യവതി, സ്നാപക യോഹന്നാൻ, പിന്നെ ദ ഷെപ്പേർഡ്സ്. സോ ഈ രണ്ട് ടൈപ്പ് ഓഫ് വിഭാഗം നമ്മൾ കാണുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദി സെയിം കൈൻഡ് ഓഫ് റെസ്പോൺസ് ഇസ് ഹാപ്പനിങ്, ദിസ് സെയിം കൈൻഡ് ഓഫ് ഹോപ്പ് ഇസ് ഹാപ്പനിങ്. സി ദൈവം ഒരിക്കലും നമ്മൾ കാണുവാണെങ്കിൽ ക്രിസ്മസിനെ, ആദ്യത്തെ ക്രിസ്മസ് നമ്മൾ കാണുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും കാണുന്നില്ല ഞാൻ വരുന്നു, ഇന്ന സമയത്ത് വരുന്നു, ഇന്ന സമയത്ത് ഐ എം കമ്മിങ് ടു യുവർ ലൈഫ്. വി കനോട്ട് സീ ദാറ്റ് തിങ് ഹാപ്പനിങ്. ഒരേ ഒരു രാവിലെ ജെറുസലേമിലെ ആൾക്കാര് ഭാഗത്ത് നോക്കിയപ്പം ദ ത്രീ കിങ്സ് ആർ കമ്മിങ് ഫ്രം ദ ഫാർ ഈസ്റ്റ്. അറ്റ് ദ സെയിം ടൈം ദ ഷെപ്പേർഡ്സ്, അവർ പറയുന്ന സമയത്ത് the angels are coming and saying that, see, the Lord is coming into your midst. Sorry for my Malayalam. എനിക്ക് നമ്മളിവിടെ ആസാമിലായതുകൊണ്ട് എന്റെ മലയാളത്തിലേക്കും ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് മലയാളം പറയുന്നത്. വെരി സോറി. അപ്പൊ നമുക്ക് കാണുവാണെങ്കിൽ there are two types of responses are happening from the people. രണ്ട് ടൈപ്പ് ഓഫ് റെസ്പോൺസസ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് റെസ്പോൺസസ് ഷോസ് the hope in our life, the hope in our life. എന്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. പക്ഷെ അതോടൊപ്പം എന്റെ ഉള്ളിൽ തിന്മയുണ്ടെങ്കിൽ I cannot see God. ദൈവത്തെ കാണാൻ ഒട്ടും പറ്റത്തില്ല. വി cannot see God. അതാണ് ഹെറോദസ് രാജാവ് കുറെ പ്രതീക്ഷിച്ചു ദൈവത്തെ കാണാൻ വേണ്ടി, പക്ഷെ പറ്റിയില്ല. വൈ? ബിക്കോസ് അവന്റെ മനസ്സിൽ തിന്മയായിരുന്നു. പക്ഷെ അതേ സമയത്ത് പാവപ്പെട്ട ആട്ടിടയന്മാര്, അവരുടെ മനസ്സിൽ നന്മയായിരുന്നു. their heart was filled with goodness, their heart was filled with truth, and that is why they were able to see God. അതോടൊപ്പം നമ്മൾ ഈശോയുടെ ജനനം കഴിഞ്ഞിട്ട്, ഈശോ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ കാണുന്നുണ്ട് ജെറുസലേം ടെമ്പിളിൽ പോണ സമയത്ത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം കാണുന്നു. ശിമയോനും അന്ന, the prophet Simeon and the prophetess അന്ന, അവരുടെ മനസ്സിൽ നന്മയായിരുന്നു. അവരുടെ മനസ്സിൽ നന്മയായതുകൊണ്ടാണ് ഇവർക്ക് ഈശോയെ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ ജീവിതം നമ്മൾ നോക്കാം. 25 days of Christmas, ഈ 25 ദിവസം എന്റെ ജീവിതം, എന്റെ മനസ്സ്, എന്റെ ഹൃദയത്തിൽ നന്മയുണ്ടോ? എന്റെ മനസ്സിൽ നന്മയുണ്ടോ? സി, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നന്മ പ്രവർത്തിക്കാൻ വേണ്ടി ദൂരെ പോകേണ്ട ആവശ്യമില്ല. നന്മ പ്രവർത്തിക്കാൻ വേണ്ടി ദൂരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ തന്നെ ഇടവക, നമ്മുടെ തന്നെ അയൽവക്കം, നമ്മുടെ തന്നെ വീട്, നമ്മുടെ തന്നെ അവർ ഓൺ ഫാമിലി മെമ്പേഴ്സ്, അവരെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യാനോ? കുറെ എത്ര വർഷങ്ങളായിട്ട് നമ്മൾ കുറെ പേരെ സംസാരിക്കാതിരിക്കണേ? നമ്മൾ എത്ര പേരാണ് ഇതുവരെ ഫോൺ വിളിക്കാതിരിക്കുന്നത്? അവർ ഓൺ
നമ്മുടെ തന്നെ ബ്രദേഴ്സ്, അവർ ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സോ ലെറ്റ് us ട്രൈ ദിസ് ക്രിസ്മസ്. നമ്മൾ ഒരു ഡിഫറെന്റ് ക്രിസ്മസ് നമുക്ക് ഈ പ്രാവശ്യം ആഘോഷിക്കാം. ആൾക്കാരെ കാണുവാനും, നമ്മൾ ഇത്ര വർഷങ്ങളായിട്ട് സംസാരിക്കാതെ പോയ ആൾക്കാരെ സന്ദർശിക്കുവാനും, അവരെ വിഷ് ചെയ്യാനും, ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കാനും. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാരെ ചിരിക്കാൻ മറന്നു പോയിരിക്കുക. ചിരിക്കാൻ ബിക്കോസ് നമ്മളെല്ലാവരും ഈ മൊബൈലിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആൾക്കാരൊന്ന് കാണുവാൻ നമ്മൾ മറന്നു പോയിരിക്കുക. നമ്മുടെ തന്നെ അവർ ഓൺ ഫാമിലി, സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, സ്വന്തം മക്കളെ കാണുവാൻ, അവരെ കേൾക്കുവാൻ, അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. സോ ലെറ്റ് us try this Christmas to live with the power of Jesus, because all those who lived with the power of Jesus, their life changed. Their life was filled with a hope, and because of their life was filled with hope, others also got the hope. നമ്മള് പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകം 34 അധ്യായം 29-30 വചനം കാണുന്നുണ്ട്. മോശ ദൈവത്തോട് കൂടെ ആയിരുന്ന സമയത്ത് his whole face changed. His whole face, his whole body changed. All of them were able to see the majesty of God through the face of Moses. ദൈവത്തിന്റെ ദൈവികത, the divinity of Jesus was visible through the face of Moses. So ആൾക്കാര് മോശേനെ കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ വന്നിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു ഡിവൈൻ കറേജ്, ദൈവികമായ ഒരു ശക്തി, ദൈവികമായ ഒരു ധൈര്യം വന്നിരുന്നു. അപ്പോൾ ലെറ്റ് us try this Christmas to be a new Christ, ഒരു പുതിയ ഒരു ക്രിസ്തുവായി ജീവിക്കാൻ, ഒരു പുതിയ ഒരു ഈശോയായി ജീവിക്കുവാൻ, പുതിയൊരു ദൈവത്തിന്റെ ഒരു മകൻ, ഒരു മകളായിട്ട് ജീവിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു. ഐ എം സോറി, എനിക്ക് മലയാളത്തിൽ ഞാൻ കുറെ ട്രൈ ചെയ്ത്, കുറെ പ്രിപ്പയർ ചെയ്തു, പക്ഷെ എനിക്ക് മലയാളത്തില് വാക്കുകൾ കിട്ടിയില്ല. ഐ എം വെരി സോറി, ഐ കുഡ് നോട്ട് സേ ഇൻ മലയാളം. ഐ എം വെരി വെരി സോറി, ബട്ട് ഐ ഹോപ്പ് you understand my language. Thank you. വളരെ സന്തോഷമുണ്ട് അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാൻ പറ്റിയതിന്. അതായത് നമുക്കറിയാം, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ്, വലിയൊരു പ്രതീക്ഷ നൽകുന്നൊരു സമയമാണ്, കൂടിച്ചേരലുകളുടെ ഒരു സമയമാണ്. അപ്പോൾ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ മറന്ന് എല്ലാവർക്കും വീണ്ടും ഒന്നിക്കാനൊരു നല്ലൊരു സമയമാകട്ടെ, അതിനൊരു സാഹചര്യം ഒത്തുവരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ഫാദർ ജെയിംസ് കിഴക്കേതിൽ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേർന്നത്. വളരെ നന്ദി അച്ഛാ.